രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം വേണമെന്ന് കേന്ദ്ര നേതൃത്വം. രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയും പ്രചാരണത്തിൽ വയനാട്ടിൽ തന്നെ തളച്ചിടുകയുമാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രന് അർഹമായ പദവിയും നൽകും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോൾ 1.5% ഇടിവാണ് ഉണ്ടായത്. BJP ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ വരുമ്പോൾ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? പ്രധാനമായിട്ടും ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ പ്രചാരണത്തിന് ഇറങ്ങാൻ അനുവദിക്കാതെ വയനാട് തന്നെ തളച്ചിടുക, ഉത്തരേന്ത്യയിൽ BJPയുടെ സീറ്റ് വിഹിതം കൂട്ടുക, വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു തീരുമാനം. അതായത് രാഹുൽ ഗാന്ധിക്ക് ശക്തമായിട്ടുള്ള ഒരു മത്സരം സുരേന്ദ്രനെ ഇറക്കിക്കൊണ്ട് നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ വയനാട് BJP സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചയായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നേരത്തെ തന്നെ BJPയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 370 സീറ്റാണ്. അതിലേക്ക് എത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പര്യടനം അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ മാത്രമായി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു തീരുമാനത്തെ കാണാനായിട്ട്. അങ്ങനെയാണ് വയനാട്ടിലേക്ക് K സുരേന്ദ്രന്റെ വരവുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ പദവി ഒഴിയാൻ നിൽക്കുന്ന സുരേന്ദ്രൻ അതിനുശേഷം പാർട്ടിയിൽ തന്നെ അർഹമായിട്ടുള്ള ഒരു പദവി നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും നിലവിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നിരുന്നു. അമിത്ഷായും JP നഡ്ഡയും എല്ലാം പങ്കെടുത്തിരുന്നു. ഇതിലാണ് കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സുരേന്ദ്രനെ വയനാട്ടിൽ തന്നെ ഇറക്കി രാഹുൽ ഗാന്ധിക്ക് ശക്തമായിട്ടുള്ള മത്സരം നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കേരളത്തിലെ BJP അധ്യക്ഷനെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് BJP കേന്ദ്ര നേതൃത്വം എത്തിയത്.